ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന 14 ഡേയ്സ് ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക് അതിന്റെ 7th ഡേയിലേക്ക് കടക്കുകയാണ് നാളെ നമ്മൾ, അല്ലേ? 6th ഡേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 6th ഡേയുടെ പ്ലാൻ പ്രകാരം നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഈ ഡേ 6 ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടന്റ്സ് എത്രത്തോളം കവർ ചെയ്തു, റിവിഷൻ എത്രത്തോളം നിങ്ങളുടെ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് ഒരു ചെറിയ അനാലിസിസ് എങ്കിലും നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ ചെറുതായിട്ടൊന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്: എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇനി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 4th മൊഡ്യൂളിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കണ്ടന്റ്സ് നമ്മൾ ചുരുങ്ങിയത് ഈ ഒരു 6 ഡേയ്സിൽ ആദ്യത്തെ തവണ നമ്മൾ പഠിച്ചതിന് പുറമെ റിവിഷൻ മാത്രമായിട്ട് 3 തവണയാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ കണ്ടന്റ്സ്. അത് മെട്രിക്സ് ആൾജിബ്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിക്കോട്ടെ, അതോട്ട് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് വരെയുള്ള കണ്ടന്റ്സ് നമ്മൾ 3 times ഇൻക്ലൂഡിങ് 1 time സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 എടുക്കുകയാണെങ്കിൽ വിച്ച് ഇസ് കാൽക്കുലസ് നമ്മൾ 2 പാർട്ടായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ 2 പാർട്ടും 2 times റിവിഷൻ മാത്രം ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി റിവിഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനി മൊഡ്യൂൾ 3ലേക്ക് കടക്കുകയാണെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരൊറ്റ ക്ലാസ്സിലാണ് നമ്മൾ കണ്ടന്റ്സ് മൊത്തം കവർ ചെയ്തിട്ടുള്ളത്. അത് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ തവണ തന്നെ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പിന്നെ മൊഡ്യൂൾ 4 വിച്ച് ഇസ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് ഡിഫറെന്റ് പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മീൻ, മീഡിയൻ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, പിന്നെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, ലീനിയർ റിഗ്രഷൻ, ഇതൊക്കെ നമ്മൾ ഒറ്റ തവണയെ നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കണം 5 modules ഉണ്ട് നമുക്ക്. നമ്മളിപ്പോ ഡേ 6ലാണ്, ഇന്ന് ഡേ 6ലാണ് നിൽക്കുന്നത്. ഈ ഡേ 6 കഴിയുമ്പോഴുള്ള സ്റ്റേറ്റസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയും അഗൈൻ ആൻഡ് അഗൈൻ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്ലാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാത്സിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായി കാണുമല്ലോ. നിങ്ങൾ ഇത് മാക്സിമം ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും കുട്ടികൾ എന്നെ ഇൻഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വ്യൂസ് കുറവാണ് എനിക്ക് ഈ ഒരു ഷെഡ്യൂളിനകത്ത്, ഐ മീൻ ഈ ഒരു വീഡിയോ, ഈ ടൈപ്പ് ഓഫ് വീഡിയോസിനകത്ത്. ഇനി ഫിസിക്സിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഫിസിക്സ് നമ്മൾ എന്നേ തീർത്തു കഴിഞ്ഞു, അല്ലേ? അതായത് നമ്മള് നമ്മുടെ ഈ ഒരു 14 days ഡ്യുവൽ ലാബ് സ്റ്റാർട്ട് ചെയ്ത് 3rd day തന്നെ നമ്മുടെ ഫിസിക്സ് 3 modules കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ 4th and 5th day ഓൺവേർഡ്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ മൊഡ്യൂൾ 1 വിച്ച് ഈസ് അപ്ലൈഡ് ഒപ്റ്റിക്സ്, ലേസേഴ്സും ഫൈബർ ഒപ്റ്റിക്സ് അതുപോലെ തന്നെ ഫോട്ടോണിക്സും ഒക്കെ പഠിക്കുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി 3 times റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് വിച്ച് ഇസ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്, അത് രണ്ടും ട്വൈസ് മിനിമം നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ 3rd മൊഡ്യൂൾ വിച്ച് ഈസ് അക്യൂസ്റ്റിക്സ്, അത് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ 3 modules ആണുള്ളത്. കെമിസ്ട്രി കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാൻ തന്നെ ഉണ്ട് കെമിസ്ട്രിക്കകത്ത്. അതുമാത്രമല്ല കുറെ അധികം സബ് ടോപ്പിക്സും വരുന്നുണ്ട്. കുറച്ച് ടഫാണ് കെമിസ്ട്രി. അതില് നമ്മള് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മാത്രമേ ഇത്രയായിട്ട് റിവിഷൻ പാർട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അതായത് റെഗുലർ ലേണിംഗിൽ നമ്മൾ 3ാമത്തെ മൊഡ്യൂളിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും
റിവിഷൻ നമുക്ക് എന്താണ് സാധ്യമായിട്ടുള്ളത്? 2 മൊഡ്യൂൾസിലെ കണ്ടന്റ്സ് മാത്രമേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കെമിസ്ട്രിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ വിച്ച് ഈസ് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, അതിനകത്ത് നാനോ മെറ്റീരിയൽസ്, അതിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ സിന്തസിസും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ത്രൈസ് നമ്മൾ 3 ടൈംസ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം കൊണ്ട്. ഈ 6th ഡേ കഴിയുമ്പോഴുള്ള ആ ഒരു കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഗ്ലാസ്, സിമന്റ്, പോളിമേഴ്സ് അതെല്ലാം ട്വൈസ് റിവൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി കമ്മിങ് ടു മൊഡ്യൂൾ 2 ആണെങ്കിലോ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. അതിനകത്ത് തെർമൽ അനാലിസിസ്, TGA, DTA ആ കോൺസെപ്റ്റുകളും അതിന്റെ പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അത് നമ്മൾ ട്വൈസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ക്രൊമാറ്റോഗ്രഫി, അതുപോലെ തന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഇത് രണ്ടും നമുക്ക് ട്വൈസ് റിവൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് കറന്റ്ലി നമ്മുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഏത് ഡേ 6, അതായത് ഇന്നത്തെ നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ. ഇനി ആരെങ്കിലും ഈ പറയുന്ന ഈ 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക് അതിനകത്ത് ഇതുവരെയും നിങ്ങൾ ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഇനിയുള്ള 9 days എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഡേ 7 ഓൺവാർഡ്സ് എല്ലാം നമ്മുടെ ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പഠിക്കുന്ന വിഷയവും അതുപോലെ തന്നെ റിവിഷൻ കണ്ടന്റും ഉൾപ്പെടെ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ചാപ്റ്റേഴ്സ് കൂടെ കടന്നു പോകും, സബ്ജക്റ്റിൽ കൂടെ കടന്നു പോകും. ഓക്കെ, ഇനി നമുക്ക് ഡേ 7 എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു മൊഡ്യൂൾ 4 എത്തി നിൽക്കുവാണ്. മൊഡ്യൂൾ 4ന്റെ ബേസിക്സ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മൊഡ്യൂൾ 4 ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻസ്, ഇത്രയുമാണ് നമ്മൾ ഡേ 7 നോക്കേണ്ടത്. അതായത് നാളെ ടോട്ടലി ഒരു 45 മിനിറ്റ്സ് മാക്സിമം ഇതിന് വീഡിയോസ്, നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടന്റ്സ് വരുന്നുള്ളൂ. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എത്ര ടൈം പഠിക്കാൻ വേണമെങ്കിൽ അത് എടുക്കാം. ദെൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ഫിസിക്സ് നമുക്ക് ഇനി ഇല്ല. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി നമുക്ക് നമ്മൾ 3ാമത്തെ മൊഡ്യൂളിലാണ് നിൽക്കുന്നത്. എയർ പൊല്യൂഷൻ നമ്മൾ ഇന്ന് തീർക്കും. ഇനി നമുക്ക് നാളത്തെ ദിവസം നോക്കാനുള്ളത് വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ടർ പൊല്യൂഷനകത്ത് നമുക്ക് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ETF, അത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഫ്രം ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്, ലൈക്ക് ടെക്സ്റ്റൈൽ, പെട്രോകെമിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റും വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് പ്യൂരിഫിക്കേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, അതുപോലെ തന്നെ അയോൺ എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ 25 മിനിറ്റ്സ് വീഡിയോയിൽ തീർക്കുന്നുണ്ട്. യു ഗൈസ് പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് റെസ്റ്റ് ഓഫ് ദ ടൈം ട്രൈ ടു സ്റ്റഡി ദാറ്റ് ടോപ്പിക്. നിങ്ങളുടെ കൈവശം നിങ്ങളുടെ നോട്ടോ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂവിങ് ടു ദ മാൻഡേറ്ററി റിവിഷൻ. മാൻഡേറ്ററി റിവിഷനിൽ നമ്മൾ 7ാമത്തെ ദിവസം ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 1, അതിലെ മെട്രിക്സ്, ആൾജിബ്ര ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരിക്കണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കയ്യിലുള്ള റിസൾട്ടന്റ് പ്രോഡക്റ്റ് എന്ന് പലതവണ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. റിവിഷൻ ടൈമിൽ നമുക്ക് ആ മെറ്റീരിയൽ മാത്രമേ നോക്കേണ്ടതുള്ളൂ. പിന്നെ ഓക്കെ, സോ മൊഡ്യൂൾ 1ന്റെ കേസ് അങ്ങനെ. ഇനി കമ്മിങ് ടു മൊഡ്യൂൾ 2 വിച്ച് ഈസ് കാൽക്കുലസ്. അതിന്റെ കാൽക്കുലസിലെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് അല്ല സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യുക. അതായത് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് മുതലുള്ള കണ്ടന്റ്സ്. ഇനി കമ്മിങ് ടു മൊഡ്യൂൾ 3 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് മൊഡ്യൂൾ 4 നമ്മൾ നേരത്തെ ഒരു ജസ്റ്റ് ഒന്ന് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേസിക്സ് ഇവിടെ നമ്മൾ റിവൈസ് ചെയ്യാണ്. മീൻ, മീഡിയൻ, നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ടോപ്പിക്സ് എല്ലാം തന്നെ. ഓക്കെ, ഒറ്റ വീഡിയോയേ ഉള്ളൂ അതിനകത്ത്. അതിന്റെ മെറ്റീരിയൽ ഓൾറെഡി നിങ്ങളുടെ കൈവശം ഉണ്ടാവും എന്ന ധാരണയിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് ഫിസിക്സിലും നമ്മൾ
നാളെ ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ടോപ്പിക് മാത്രം. ഓക്കെ, ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. അതിനകത്ത് മൊഡ്യൂൾ 1 ഗ്ലാസ് പഠിക്കണം, പിന്നെ പോളിമേഴ്സ്, എൻറ്റർലി പോളിമേഴ്സ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അതിന്റെ രണ്ടിൻ്റെതും പോളിമേഴ്സ് കംപ്ലീറ്റ് അങ്ങോട്ട് റിവൈസ് ചെയ്ത് വിടണം. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 3 തെർമൽ അനാലിസിസ്, TGA DTA, അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി, പിന്നെ സെം, ഇത്രയും കാര്യങ്ങള് കെമിസ്ട്രിയിൽ റിവൈസ് ചെയ്യണം നാളത്തെ ദിവസം. അപ്പൊ എല്ലാ കണ്ടന്റ്സും എന്തൊക്കെയാണ് 7th ഡേയിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട്. ഇനി ഡേ 10 ഓൺവേർഡ്സ് നമുക്കൊരു ഓപ്ഷണൽ റിവിഷൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടെ ഇതിനകത്തേക്ക് വരും. അതായത് ഒരു ലാസ്റ്റ് വീക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ലാസ്റ്റ് 5 days എങ്ങനെ സ്പെൻഡ് ചെയ്യണം എഫക്റ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട്. ചുമ്മാ വെറുതെ അങ്ങ് തള്ളി നീക്കുമല്ല, കണ്ടന്റ്സ് എല്ലാം റിവൈസ് ചെയ്ത് എങ്ങനെ ലാസ്റ്റ് 5 days സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഓപ്ഷണൽ റിവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ ആ ഡേ 10 എത്തുമ്പം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ മനസ്സിലാക്കുക, യു സ്റ്റിൽ ഹാവ് ഹോപ്പ്. ഓക്കെ, മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെച്ച് ഇനിയിപ്പോ ഇത്രയും ആയില്ലേ, ഇനി ഇത് പഠിക്കാനിരുന്നാലൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെയിലി 4 hours എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈസിലി ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഡിറ്റർമിനേഷനും വിൽ പവറും ഡെഡിക്കേഷനും ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഡേ 7 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്. വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോ യു ഗൈസ് കീപ് ഓൺ സ്റ്റഡിയിങ്. അപ്പോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.